ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി ഒരു ചെമ്മീൻ കറിയാണ്. ചോറിൻ്റെ ഒക്കെ കൂടെ ഒഴിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കറി, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിലേക്കുള്ള മസാലക്കൂട്ട് തയ്യാറാക്കുകയാണ്. ഒരു പാത്രത്തിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. പേസ്റ്റായി അരക്കേണ്ട, ഒന്ന് ചതഞ്ഞ് വന്നാൽ മതി. അതിനുശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക, പിന്നെ പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, വലിയ ജീരകപ്പൊടി. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് കൈ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആ കൈ വെച്ചിട്ട് തന്നെ അത് മിക്സ് ചെയ്യാം. ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു പോകുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ആ തക്കാളി, പച്ചമുളകൊക്കെ വെന്ത് വരാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് കത്തിക്കുക. ഇനി അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുകയാണ്. ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ആ ഒരു സമയം കൊണ്ട് ഇവിടെ തക്കാളി, പച്ചമുളകൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെമ്മീനിട്ട് കൊടുക്കുകയാണ്. ചെമ്മീനിട്ട് കഴിഞ്ഞാൽ ഒരു 4-5 മിനിറ്റോ ഒന്ന് വെന്ത് തിളച്ചാൽ മതി. അപ്പോഴേക്കും ചെമ്മീൻ വെന്ത് വരും. അധികമായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഒരു റബ്ബർ പോലെ ആകും. അപ്പം ഒരു ആവശ്യത്തിന് പാകത്തിന് വെന്താൽ മതി. ഇനി അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിക്കുകയാണ്. ചെമ്മീൻ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ആ ഒരു അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങ അരച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അത് അടുപ്പിൽ നിന്ന് മാറ്റുക. ഇനി അതിലേക്ക് വറവിടാൻ പോവാണ്. ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉലുവ, കടുക്, ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് വറവിടുകയാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി നമ്മൾ ചോറിൻ്റെ ഒക്കെ കൂടെ വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ അസ്സലാമു അലൈക്കും.